ഓക്കെ, എല്ലാവരും ഹനാൻ പാടിയല്ലേ കേട്ടിട്ടുള്ളത്, സംസാരം നമ്മൾ ബ്ലോഗിലേ കേട്ടിട്ടുള്ളൂ. ഹനാനെ, നമ്മുടെ പടത്തിനെ പറ്റി, പൊങ്കാലയെ പറ്റി ഒരു 2 വാക്ക് നമ്മുടെ ജനങ്ങളോട്. ഭയങ്കര ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത ഒരു മൂവിയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു മ്യൂസിക് ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യാൻ അവസരം തന്നൊരു മൂവിയാണ്. സോ രഞ്ജിത്ത് ചേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സത്യം പറഞ്ഞാൽ പൂമുത്തോളെ കേൾക്കുന്ന സമയത്ത് ഞാൻ ഇത് റിപ്പീറ്റഡ്ലി കേൾക്കുന്ന പാട്ടുകളിൽ ഒന്നാണ് ഇതൊക്കെ. അപ്പം ഇതൊന്നും കേൾക്കുന്ന ടൈമിൽ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഇത് ചെയ്ത ഒരാൾ എന്നെ എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ വിളിക്കുന്നു, പോയിട്ട് ഒരു കോറസ് പാടാൻ പോലും വിളിക്കുന്നു എക്സ്പെക്ട് ചെയ്യാത്ത സമയങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതിൽ നിന്നും എനിക്കിന്ന് ഇത്രയും നല്ലൊരു അവസരം, അതും ഇത്രയും നല്ലൊരു പാട്ട്. കാരണം ഈ പാട്ട് ആക്ച്വലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. എന്താ വെച്ചാൽ എനിക്ക് രഞ്ജിത്ത് ചേട്ടൻ അയച്ചു തന്ന് അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ദുബായിലേക്ക് ഒരു 25 ദിവസത്തിന് വേണ്ടിയിട്ട് പരിപാടി മൊത്തം ചാർട്ട് ചെയ്ത് നമ്മൾ വരികയാണ്. അപ്പം നമ്മൾ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്താണ് അല്ലേട്ടൻ വിളിച്ച് പറഞ്ഞത് നമുക്കൊരു റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ 25 ദിവസം ഞാൻ ദുബായിലാണ്, കഴിഞ്ഞിട്ട് മതിയോന്ന് പറഞ്ഞു. അപ്പം വളരെ പേഷ്യൻ്റായിട്ട് ഇവരെ എനിക്ക് വേണ്ടി ഒരു മാസത്തോളം വെയിറ്റ് ചെയ്ത് അല്ലേട്ടനും രഞ്ജിത്ത് ചേട്ടനും എല്ലാവരും. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ അവരോട് താങ്ക്സ് പറയാണ്. കാരണം ഇന്നിപ്പോൾ ഇൻഡസ്ട്രിയിൽ എത്രയോ, എനിക്കറിയാം ഞാൻ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു സിംഗറാണ്. സോ എത്രയോ നല്ല നല്ല പാട്ടുകാർ ഇന്ന് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ അവരെ വെച്ച് വേണമെങ്കിൽ ഇവർക്ക് ഇത് പാടിക്കായിരുന്നു. പക്ഷെ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് ഈ പാട്ട് അത്ര ഇഷ്ടമാണ്, ഇത് എനിക്ക് തന്നെ തരണം. സോ അങ്ങനെ റെക്കോർഡിങ്ങിന് വിളിച്ച ദിവസം രഞ്ജിത്ത് ചേട്ടനും വന്നും ചെയ്തു. എനിക്കന്ന് തൊണ്ട, അന്ന് കാട്ടാളൻ്റെ ഷൂട്ട് നടക്കുന്ന ടൈമാണ്. അപ്പോൾ തായ്ലൻഡിൽ പോയി ഫുള്ള് പൊടിയൊക്കെ അടിച്ച് കുറച്ച് ഇതായി സിക്കായി. അപ്പോൾ ഞാൻ രഞ്ജിച്ചേട്ടനോട് ഒന്ന് പറഞ്ഞു, രഞ്ജിച്ചേട്ടാ എനിക്ക് ഒരു ദിവസം കൂടി നീട്ടി തരുമോ എന്ന് പറയാൻ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നു. അത് പറയാൻ എനിക്കൊരു 200 കിലോമീറ്റർ ട്രാവൽ ഉണ്ട്. സോ എനിക്ക് അത്രയും ഇഷ്ടമാണ് പുതിയ പാട്ടുകൾ പാടാൻ. അതുപോലെ തന്നെ ഇങ്ങനെ നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ അത് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയത്. അപ്പം ഞാൻ രഞ്ജിച്ചേട്ടനോട് ചോദിച്ചു, രഞ്ജിച്ചേട്ടൻ എനിക്ക് ഒരു 3 ഡേയ്സും കൂടി ഗ്യാപ്പ് തന്നിട്ട് എൻ്റെ ത്രോട്ടൊക്കെ ശരിയായിട്ടാണ് എന്നെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിച്ചത്. സോ ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ, രഞ്ജിത്ത് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ, അല്ലേട്ടൻ ചേട്ടൻ്റെ കൂടെ എല്ലാവരുടെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വണ്ടർഫുൾ വണ്ടർഫുൾ. ഹനാന്റെ ഒരു പാട്ട്, അവർക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം. ഹനാൻ ഒരു പാട്ട്, ഹനാന്റെ ചിറാപൂച്ചി കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് അവിടെ? നമുക്ക് ജസ്റ്റ് ഓക്കെ ഓക്കെ. സോ ഞാൻ ഈ പാട്ട് അക്കാഫ് ടീമിന് വേണ്ടി ഡെഡിക്കേറ്റ്, അക്കാഫ് ടീമിനും മിഥുൻ ചേട്ടനും ഡെഡിക്കേറ്റ് ചെയ്ത്. ഞങ്ങൾ ഇന്നലെ വണ്ടി പോരുമ്പോൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായി. ഇപ്പൊ ഇനി എത്ര ചെറിയൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും, ഇനിയിപ്പോ എത്ര വലിയൊരാളാണെങ്കിലും, ഇപ്പൊ മമ്മൂക്ക് വന്നാലും ലാലേട്ടൻ വന്നാലും മിഥുൻ ചേട്ടൻ കൊടുക്കുന്ന സപ്പോർട്ട് സെയിമാണ്. അതായത് നമ്മൾ ഇന്നലെ ഒരുപാട് വീഡിയോസ് കണ്ട്, ആദ്യമായിട്ടൊരു സ്റ്റേജിൽ കയറുന്ന ആളെ പോലും ഏതൊരു ആർട്ടിസ്റ്റിനെയും അത്രയും ഹൈപ്പിൽ എത്തിച്ച്, അതായത് ഞാൻ തന്നെ മിഥുൻ ചേട്ടൻ ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചു ഇതിനും മാത്രം ഉണ്ടാ. അപ്പോൾ അത്രയും നമ്മളെ ഓരോ ആർട്ടിസ്റ്റുകളെയും കേരളത്തിലുള്ള A to Z, അതായത് ഏത് ആർട്ടിസ്റ്റ് ഇവിടെ വരികയാണെങ്കിലും അവരെ വാം വെൽക്കം ചെയ്ത് അവർക്ക് ഹേർട്ട്ലി ഫീൽ നൽകി, അതായത് സ്റ്റേജ് ഫിയർ മൊത്തം കളഞ്ഞ് നമ്മളെ അത്രയും സെറ്റ് ചെയ്ത് തരുന്നത് മിഥുൻ ചേട്ടനാണ്. സോ എപ്പോഴും ഞാൻ ഒരു സമയം ഞാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ പരിപാടിയൊക്കെ മിഥുൻ ചേട്ടൻ ആങ്കർ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ഇപ്പൊ ബാക്ക് ടു ബാക്ക് കഴിഞ്ഞ ആഴ്ചയും പിറ്റത്തെ ആഴ്ചയും മുമ്പത്തെ ആഴ്ചയും അടുത്ത ആഴ്ചയും ഇനി ഡിസംബർ 5ഉം 21 ഒക്കെ ഓൾറെഡി ബുക്ക്ഡ് ആണ്. വന്ന് നമ്മൾ ഒരുമിച്ച് ഡേറ്റ്സ് ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. മിഥുൻ ചേട്ടൻ ആ ഡേറ്റ് ഫ്രീ ആണോ? ഡേറ്റ് ഫ്രീ നമുക്ക് പോവാം. ഓക്കെ. അപ്പൊ ആ ഒരു മൊമെന്റിലേക്ക് ലൈഫ് എത്തിയതിൽ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. സോ മിഥുൻ ചേട്ടനും അതുപോലെ തന്നെ ഇന്ന് നമ്മളെ വാം വെൽക്കം ചെയ്ത കണ്ണൻ രവി ചേട്ടൻ, ഇത്രയും വലിയ ആളായിട്ട് കൂടി, ഇത്രയും വലിയൊരു പൊസിഷനിൽ നിന്നിട്ട് കൂടി നമ്മൾ ഓരോരുത്തരും, ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പുള്ളിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയിണ്ടായി. ബറാക്ക് എന്നെ ട്രീറ്റ് ചെയ്ത് അതുപോലെ തന്നെയാണ് എൻ്റെ ഓരോ ഫ്രണ്ട്സിനെയും. ഇപ്പോൾ മോഫീസ് ആണെങ്കിലും ഷഫീഖ്, സൽമാൻ, സൈഫു, എല്ലാവരെയും അതേപോലെ തന്നെയാണ് പുള്ളിയും ട്രീറ്റ് ചെയ്തത്. സോ ഒരുപാട് സന്തോഷം. ചേട്ടനും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജുബി ചേട്ടനും കൂടെ ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ പാടാണ്. ഐ സിംഗ് ഫ്യൂ ലൈൻസ്. പോകേണ്ട ദൂരൊരാളും കൂട്ടിനില്ലാതെ, എല്ലാവരും ഒരുമിച്ച് കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്,
ചിറാപ്പുഞ്ചി മഴയത്ത് നിലവഞ്ചി തുടഞ്ഞെത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലവഞ്ചി തുടഞ്ഞെത്ത്. ബ്യൂട്ടിഫുൾ. അതിന് കൊടുക്കണ്ടേ ഒരു മനസ്സറിഞ്ഞ കൈയടി. So thank you so much. ഒരു ബാക്കിംഗ് ഇല്ല, ഒരു മ്യൂസിക് ഇല്ല, only vocals, and that's Hanan Shah for you. Everyone please put your hands together for Hanan Shah. താങ്ക് യു സോ മച്ച്. സോ വൺസ് അഗൈൻ പ്രോഗ്രാമിന് നമ്മുടെ മൂവി പ്രൊമോഷന് വേണ്ടി എത്തിച്ചേർന്ന എല്ലാവർക്കും, പൊങ്കാല മൂവിയുടെ ഭാഗമായ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഇവിടെ വന്നതിന് എല്ലാവരോടും എൻ്റെ ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ മൂവി ഒരു വലിയ വിജയമാവട്ടെ. നമ്മളെല്ലാവരുടെയും ടീം വർക്ക് മൂവിയിൽ അത് പ്രതിഫലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൺസ് അഗൈൻ എല്ലാവരോടും, സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ടുള്ള ജിഷാൻ, എല്ലാവരോടും, ഇക്ക, ഇവിടെ നിൽക്കുന്ന എല്ലാവരും എനിക്ക് സുപരിചിതരാണ്. ഞാൻ എൻ്റെ ബ്രദേഴ്സിനെ പോലെ കാണുന്നവരാണ് ഓരോരുത്തരും. വന്ന് ഇപ്പോൾ പരിപാടിക്ക് വന്ന് ഇവിടെയുള്ള ബാക്കിയുള്ള മൊറോക്കൻസും ഈജിപ്ഷ്യൻസ് ആയിട്ട് വരെ എനിക്ക് ബന്ധങ്ങളായി. ഹായ് ഹായ് ഹനാൻ. ഒരു യോ അടിപൊളിയായി മോനെ, സൂപ്പർ. ഞാൻ ഈ സമയത്ത് ഒരു നല്ല കൈയടി, ചെറിയ ഭയങ്കര കൈയടി ആ കൊച്ചുകുട്ടിക്ക്. ഇവിടെ നിന്ന് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ആ റിക്വസ്റ്റ് എനിക്കൊന്ന് ചോദിക്കണം. അത് നമ്മുടെ രഞ്ജിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇത്രയും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രഞ്ജിനെ. എൻ്റെ ചെവിയിൽ വന്ന് ആൾക്കാർ മുഴുവൻ പറഞ്ഞു രഞ്ജിനെ കൊണ്ട് ആ പൂമുത്തോളെ ഒന്നും പാടിക്കണേന്ന്. വേണ്ടേ? പൂമുത്തോളെ ഒന്ന് പാടിക്കണ്ടേ രഞ്ജിൻ? ഹനാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അക്കാഫിലെ എല്ലാ മെമ്പേഴ്സിനും, കണ്ണൻ രവി സാർ പ്രത്യേകിച്ച് ഇന്ന് ഹോളിഡേ സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ സെർവ് ചെയ്തു, ഫുഡ് തന്ന് ഞങ്ങളുടെ മനസ്സും വയറും നിറച്ചു വന്നു. താങ്ക് യു സാർ. എല്ലാവരോടും നന്ദി. പൂമുത്തോളെ ഞാനും വിത്തൗട്ട് പൂമുത്തോളെ നീ എരിഞ്ഞ